ഇൻഡിഗോ പ്രതിസന്ധിയെ തുടർന്ന് ദുരിതത്തിലായി യാത്രക്കാർ. ഇന്നും 300-ലധികം സർവീസുകൾ റദ്ദാക്കി. ഡൽഹി വിമാനത്താവളത്തിൽ 100-ലധികവും ഹൈദരാബാദിൽ 69ഉം ചെന്നൈയിൽ 48ഉം സർവീസുകളാണ് റദ്ദാക്കിയത്. കൊച്ചിയിൽ 10 വിമാന സർവീസുകളെ പ്രതികൂലമായി ബാധിച്ചു. കരിപ്പൂരിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള വിമാനവും റദ്ദാക്കി. ഇന്നു മുതൽ പരമാവധി മുടക്കമില്ലാതെ സർവീസ് നടത്താൻ ശ്രമിക്കുന്നതായി ഇൻഡിഗോ അറിയിച്ചു. അതേസമയം പ്രതിസന്ധി മുതലെടുക്കുകയാണ് മറ്റ് വിമാന കമ്പനികൾ. ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഏറ്റവും കുറഞ്ഞ നിരക്ക് 30,000-ന് മുകളിലാണ്. ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ്, നെടുമ്പാശ്ശേരിയിൽ നിന്ന് സിജോ വർഗീസ്, കരിപ്പൂരിൽ നിന്ന് യൂനിസ് എന്നിവരാണ് വിവരങ്ങൾ നൽകാൻ ഉള്ളത്. ആദ്യം ഞാൻ അരവിന്ദിലേക്കാണ് പോകുന്നത്. അരവിന്ദ്, കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ഇൻഡിഗോയുടെ ഈ പ്രതിസന്ധി അവസാനിക്കുന്നു, യാത്ര എല്ലാം, സർവീസുകളെല്ലാം സാധാരണഗതിയിലേക്ക് നീങ്ങുന്നു എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അസ്ഥാനത്താവുകയാണ്. വീണ്ടും രാജ്യത്തൊട്ടാകെ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. എന്താണ് രാജ്യത്ത് മൊത്തത്തിൽ ഇൻഡിഗോയുടെ വിമാന സർവീസുകളുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ? നൗഫൽ, വലിയ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. രാജ്യവ്യാപകമായി ഇതിനോടൊപ്പം തന്നെ നിരവധി ഇൻഡിഗോയുടെ വിമാന സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ രാജ്യവ്യാപകമായി 300-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കിയെന്നതാണ് ഇൻഡിഗോ അറിയിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ ഏകദേശം 100-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇൻഡിഗോ തങ്ങളുടെ പ്രശ്നങ്ങൾ ഉടൻ തന്നെ പരിഹരിക്കുമെന്നും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുമെന്നുള്ള ആഹ്വാനമെല്ലാം നടത്തിയിരുന്നു. പക്ഷേ പ്രശ്നം പരിഹരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. 15-ാം തീയതിക്ക് ആവുമ്പോഴേക്കും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുമെന്നതാണ് ഇൻഡിഗോ CEO അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്.